ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ളൊരു മത്തി പൊള്ളിച്ചത് തയ്യാറാക്കാം. മത്തി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അല്പം ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരിമുളക്, വെളുത്തുള്ളി, അല്പം പെരുംജീരകം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി നമുക്ക് ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് അല്പം തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അല്പം ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് നമ്മുടെ മസാല പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പൊടികളൊക്കെ നന്നായി ചൂടാവുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ച് നമ്മുടെ മീൻ ഇതിലോട്ട് ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് മസാല പിടിക്കുന്നവരെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു വാഴയിലയിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി വെച്ചതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്കിതൊരു ദോശക്കല്ലിലോ പാനിലോ ഇട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.